ഹലോ! എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നും ഇന്നത്തെയും പോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് പുട്ടും കിഴങ്ങാറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഉള്ളി ഒരു ശകലം കരിഞ്ഞു പോയിട്ടോ. അതാണ് ഒരു ഇച്ചിരി ഡാർക്ക് കളറായിട്ടിരിക്കുന്നത്. അപ്പോൾ വാവയും വൈശുവൊക്കെ കഴിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കഴിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ശരിക്കും ഷോർട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ദേവുമൊക്കെ നമ്മുടെ വീട്ടിൽ വന്നു കേട്ടോ. ദേവും മോളും ചേട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നിന്ന് കുറേ നേരം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി വാവയെ വിളിക്കാൻ അങ്ങനെയൊക്കെ കുറേ നേരം ഇരുന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്നെങ്കിൽ ലോങ് വീഡിയോ ആക്കി ഇടാവുന്ന കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോയി വൈശുവിനെ വിളിച്ചു. വൈശു ഇതുവരെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ 2-3 ദിവസമായി വന്നിട്ട് പക്ഷേ ഇതുവരെ കാണാൻ പറ്റിയില്ല. എപ്പോഴും പറയും ദേവിനെ കാണണം. അപ്പോൾ ഇന്ന് സ്കൂളിൽ വരുന്നില്ല എന്ന് വെച്ചിട്ടിരുന്നതാണ് കേട്ടോ. ദേവിനെ കാണാൻ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു രാവിലെ. ഞാൻ പറഞ്ഞു അവരിങ്ങോട്ട് വരും, വൈകിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചിങ്ങനെ നിർത്തിയിരിക്കുകയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ബഹളമായിരുന്നു. പിന്നെ സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ കുറേ നേരം നിന്ന് കളിച്ചു. അപ്പോൾ അവൾക്ക് ഇത് ആദ്യം കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറി കുറേ നേരം കളിച്ചു രണ്ടുപേരും കൂടി. ഒരു വലിയ കുട്ടിയിരിക്കുന്നു. ഭയങ്കര വെയില്. ഇവക്ക് നോവത്തില്ലയോ? ഓടെ ചോളെ പണ്ടങ്ങനെ സൈക്കിളൊക്കെ കട്ടായി. ഇവള് വൈദു മാറി ഇച്ചിരി അങ്ങോട്ട്. മാറിക്ക്. അപ്പോൾ ഇത് ദേവു അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ബാഗാണ് കേട്ടോ. അപ്പോൾ ബാഗിനകത്ത് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അത് ശരിക്കും ഞാൻ പിന്നെയാണ് കേട്ടോ കണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ചത് ബാഗ് മാത്രമേ ഉള്ളെന്നാണ്. പിന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ ഞാൻ കാണുന്നത് കേട്ടോ, മാലയും വളയും. അപ്പോൾ ഇതൊക്കെ ചേട്ടൻ ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ബാഗിനകത്ത് വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം വൈഷുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബാഗ് എന്ന് പറയുന്നത്. അവൾ കുറേ നാളുകൊണ്ട് പറയുന്നതാണ് ഇതുപോലൊരു ബാഗ് വേണമെന്ന്. അപ്പം ഞങ്ങൾ പോകുന്നിടത്തൊന്നും കൊള്ളത്തൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര വിലയായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് റേറ്റ് കുറച്ചിട്ടാണ്. അപ്പോൾ അവിടുന്ന് ആയതുകൊണ്ട് നല്ല സാധനവും കിട്ടി. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. വൈഷുവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ബാഗ്. പിന്നെ രണ്ടുപേരുടെ ബാഗിനകത്ത് കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒരു കണക്കുള്ളതാണ്. വള മാത്രമേ ഉള്ളൂ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാം ഏകദേശം ഒരേപോലുള്ളത് തന്നെയായിരുന്നു. മാല രണ്ടും സെയിം തന്നെയായിരുന്നു കേട്ടോ.
അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈദു വന്നപ്പം പെയിൻറ്റ് അടിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് വാവ ഇവിടെ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ഭയങ്കര കാര്യമായിട്ടൊക്കെ വരയ്ക്കുന്നുണ്ട്, എന്താണെന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയാൻ വയ്യ. പിന്നെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിയും ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ റീൽസൊക്കെ എടുത്തു, പിന്നെ ഞങ്ങൾ കട്ടനൊക്കെ ഇട്ട് കുടിച്ചു, അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. ആണോ? നീ പോന്നൊക്കെ പറയുന്ന കേട്ടോ. മോളെ കൊടുക്ക്, ചേച്ചിയൊക്കെ കൊടുക്ക്, കഷ്ടമല്ലേ അവൾ ഇന്ന് വന്നേ. മൂക്ക് അവള് പോയി കഴിയുമ്പോ ഇരുന്ന് വരയ്ക്കാം. അങ്ങോട്ട് കൊടുക്ക എന്റെ പൊന്നല്ലേ, കഷ്ടമാടി. അവള് വെക്കും ചെല്ല്. തുറന്നോ? രണ്ട് മരണമുണ്ട്, അതുകൊണ്ട് ലേറ്റ് ആയിട്ടൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അമ്പലത്തിൽ. ഞങ്ങള് ചോറുണ്ടാക്കാം. ഇനി വൈഷു രണ്ടേയും കാണിക്കടി വൈശു. ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് രണ്ടുപേരും ചേർന്ന് നിന്നിട്ട് മറ്റേതിങ്ങനെ രണ്ടുപേരും അടുത്തടുത്ത് വന്നിക്ക്. ക്യാമറാമാൻ ശരിയല്ലേ? പിന്നെ അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് വൈശിക ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ, അവരുടെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട്. വൈശു അതുപോലെ തന്നെയായിരുന്നു. വൈശുവിന് വൈദുവിനെ ഇവിടെ നിർത്തണം, വൈദുവിനെ കാണണമെന്നും പറഞ്ഞിട്ടായിരുന്നു കേട്ടോ കരച്ചിൽ. അങ്ങനെ പിന്നെ ഒരു റൗണ്ട് അടിച്ചിട്ട് കൊണ്ടുവന്നു. ഭയങ്കര അവരെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.